നമസ്കാരം. കണ്ണൂർ വിഷൻ സെൻ്റർ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂരിലെ ഇമേജിൻ്റെ ഷോറൂമിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇമേജിൻ്റെ നമുക്കറിയാം ഏത് സമയത്തും ഓഫറുകളാണ്. കൂടാതെ ഇപ്പോൾ നമ്മൾ പെരുന്നാൾ എടുക്കാറായി, വിഷു എടുക്കാറായി. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി ഓഫറുകളുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ഒരു ജില്ലയായിട്ട് നമ്മുടെ കണ്ണൂർ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീടുകളിൽ വേണ്ട ഒരു സാധനമാണ് AC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇമേജിൽ AC-ക്കും ഒരുപാട് ഓഫറുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കമ്പനി ടൈപ്പായിട്ട് അതിൻ്റെ EMI രീതിയിലുള്ള പർച്ചേസിങ് നടത്താം. അങ്ങനെ ഒരുപാട് ഓഫറുകളുണ്ട്. പിന്നെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ എന്ത് പ്രോഡക്റ്റാണോ പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിനും ഉറപ്പായ സമ്മാനങ്ങൾ, ഓഫറുകൾ, പിന്നെ ഗുഡ് സർവീസ്. അതാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളൊരു പ്ലസ് പോയിൻ്റാണ്. ഗുഡ് സർവീസാണ് നമ്മുടെ ഇമേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടർ എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് AC-ക്ക് ഒരുപാട് ഓഫറുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് ഈ ഒരു അവസരം പരമാവധി നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് പെരുന്നാൾ ആശംസ നേർന്നുകൊണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ ഷോറൂമിൽ ചിത്രീകരിക്കുന്ന കുസ്രാക്കോട് ഇന്ന് തദ്യാത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അപ്പം ഏറ്റവും ചെറിയ, അതായത് എത്ര മാർജിൻ മുതൽ അങ്ങോട്ടേക്കാണ് തുടങ്ങുന്നത്? 25 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 25. അപ്പോൾ 25,000 മുതലുള്ള ലാപ്ടോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ 25 എന്ന് പറയുമ്പോൾ ഏത് കമ്പനിയുടേതാണ് വരുന്നത്? Acer. ഓക്കെ, അങ്ങനെ നല്ല പ്രൊഡക്റ്റാണ്. 8GB RAM, 512 SSD, 14 ഇഞ്ചാണ്. നമുക്ക് 14 ഇഞ്ച് എൻ്റെ സ്ക്രീന് 14 ഇഞ്ച് നമുക്ക് കോമ്പാറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണോ? അങ്ങനെ ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം പണ്ടുള്ള നമ്മൾ പിന്നെ ഇതുപോലത്തെ ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഇപ്പം എല്ലാം വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സംഭവമാണ്. വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് പിന്നെ അപ്പം വാറണ്ടിയൊക്കെ എങ്ങനെയാണ്? വാറണ്ടിയും ഗ്യാരണ്ടിയൊക്കെ എങ്ങനെയാണ്? 1 ഇയർ വാറണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി ആയിട്ട് എടുക്കാം. ഗ്യാരണ്ടി ഒരു ചെറിയൊരു പക്ഷേ എക്സ്ട്രാ എമൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി വാറണ്ടി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. 25,000 ലാപ്ടോപ്പിനും 1 വർഷത്തെ വാറണ്ടിയാണ്. അതെ. അതിൽ കൂടെ നമ്മൾ എക്സ്ട്രാ വാറണ്ടി വേണമെങ്കിൽ ചെറിയൊരു പൈസ അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റും. നമ്മളത് ലാപ്ടോപ്പ് നമ്മൾ പിന്നെ പർച്ചേസ് ചെയ്യുന്ന അതേ സമയം തന്നെ ചെയ്യണോ, അല്ലെങ്കിലും അതിന് ശേഷം ചെയ്താൽ നമുക്ക് എങ്ങനെ ഗുണം എങ്ങനെയാണ്? അതേ സമയം തന്നെ ചെയ്യണം. ബില്ല് ചെയ്യുന്ന അതേ ദിവസം തന്നെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ, ഇല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വാറണ്ടി നോർമൽ വാറണ്ടി മാത്രമേ. അതെ. അപ്പം പരമാവധി നമ്മൾ ഏത് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും നമുക്കറിയാം, ഇപ്പം ഇടിയും മിന്നൽ പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഇടിയും മിന്നലൊക്കെ വരിക. അതിനൊക്കെ അതിജീവിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ചുകൂടി വാറണ്ടി കുറച്ചും കൂടി എടുക്കുകയാണെങ്കിൽ ഓൺ സ്പോട്ട് നമ്മൾ പർച്ചേസ് സമയം തന്നെ 1 വർഷത്തേക്ക് 2 വർഷം കിട്ടുന്നത് 2 വർഷത്തേക്കാണ്. ചെറിയ എമൗണ്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാം. ഒരു ടെൻഷൻ വേണ്ട അല്ലേ? 1 വർഷം ഫിസിക്കൽ ഡാമേജിന് അടക്കം നമുക്ക് വാറണ്ടി കിട്ടും. 1 ഇയർ ഫസ്റ്റ് ഇയർ. ഓക്കെ. നിങ്ങളുടെ പേര്? എൻ്റെ പേര് അസീബ്. സ്വന്തം സ്ഥലം? കണ്ണൂരാണ്. കണ്ണൂരിലെവിടെ? കണ്ണൂർ ടൗണിൽ തന്നെ. അപ്പോൾ ഇവിടെ നമ്മളെ ഇമേജിൽ തുടക്കം മുതലുണ്ടോ? ഞാനിപ്പോൾ 1 വർഷമായി ഇവിടെ. ഒരു വർഷമായി. ശരി. അപ്പോൾ ഞാൻ നിങ്ങൾ തുടങ്ങണം. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്തേക്ക് പോവാണേ. അതായത് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഷോറൂമിൽ നമ്മൾ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു യൂണിഫോമായിരിക്കും നമ്മൾ ധരിക്കുന്നുണ്ടാവുക. പുറത്ത് നമ്മൾ ഒരു പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ ബന്ധു വീട്ടിൽ പോകുമ്പോൾ വേറൊരു ഡ്രസ്സാണ് നമ്മൾ ധരിക്കുക. അതുപോലത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ചുറ്റിക്കിറങ്ങാൻ നേരത്ത് വേറെ ഡ്രസ്സാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ ഈ ധരിക്കുന്ന ഡ്രസ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പലരും ധരിക്കുന്നതാണ് പക്ഷെ കാണാൻ പറ്റില്ല, എന്താ? മൊബൈൽ അല്ല. അപ്പോൾ ഓക്കെ, നടക്കട്ടെ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മോനൂട്ടൻ ഇവിടുന്ന് അവിടെ ഇരുന്നോളൂ. ഹലോ. ഇങ്ങോട്ട് വാ ഇവിടേക്ക്, അമ്മയുടെ അടുത്ത്. നിങ്ങൾ ഇവിടെ അവിടെ. ഇനി മാസ്ക് ഒന്ന് അയക്കേ. വാ, മോൻ്റെ പേര് പറ. കാർത്തിക്. എന്ത് കാർത്തിക? ഇംഗ്ലീഷ് എന്താ? കാർത്തിക് KV. എന്താണ് ഈ KV എന്ന് പറഞ്ഞാൽ? വളപ്പിൽ. അതെവിടെയാ വീട്? കാവില വളപ്പിൽ എവിടെയാ? നമ്മുടെ തറവാട്. ചിലപ്പോൾ ഈ തറവാട് മാറി തവറാടൊക്കെ ആയി പോകും. അത് എനിക്കുള്ള പ്രശ്നമായി. ഫസ്റ്റ് എൻ്റെ എടുക്കുന്ന അബദ്ധം വന്ന കേട്ടോ. ഓക്കെ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 4th സ്റ്റാൻഡേർഡ്. ഏതാ സ്കൂള്? സെന്റ് പീറ്റേഴ്സ് LP സ്കൂൾ. ഓക്കെ. ഇന്ന് ക്ലാസ് ആയിട്ട് വരിക. അപ്പോൾ വന്നിട്ട് ഇമേജ് എന്താ എടുക്കുന്നത് ഇപ്പം ഇവിടെ വന്നാൽ? ഇപ്പം അമ്മയുടെ വാച്ചിൻ്റെ സ്ട്രാപ്പ് മാറ്റാൻ വന്നതാണ്. അപ്പം വാച്ചില്ലെങ്കിൽ സമയം ശരിയാവില്ലല്ലോ അല്ലേ? ഓക്കെ. മോന് പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം? എഞ്ചിനീയർ. അങ്ങനെ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ. മാഡത്തിന്റെ പേര്? നിംന. അപ്പോൾ എത്ര നായുണ്ട് അതിൽ? 2 നായും ഒരു എമ്മും ഒരു അയ്യും. മലയാളത്തിലാണെങ്കിൽ നിംന. എത്ര നാ? ഒരു നായൻ. പിന്നെ വേറെ എന്താ ഉള്ളത്?
മായാണുള്ള വള്ളിയാണുള്ളത് അങ്ങനെ മാ ചന്ദ്രക്കല അങ്ങനെയുണ്ട്. അത് ശരി. ഓക്കെ. പിന്നെ താമസിക്കുന്നത് ഇപ്പം ചേലേരി ഈശാനമംഗലം. ഈശാനമംഗലം. അതെവിടെ? ഈശാനമംഗലം പറമ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റോർ. കണ്ണാടിപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈശാനമംഗലം. ഈശാനമംഗലം. അപ്പോൾ അവിടെയുള്ള ഈ തറവാടാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ തറവാട്, വലിയ തറവാട്. നമ്മളത് നെച്ചിക്കോത്ത് പിന്നെ പുതിയ ഭഗവതി ക്ഷേത്രം കായരളം അവിടെ ഇപ്പം കളിയാട്ടം പിന്നെ പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞിട്ട് അതാണ് നമ്മളെ തറവാട്. നെച്ചിക്കോത്ത് നിങ്ങളെ നമുക്കറിയാം. പിന്നെ ജോലിയും ചെയ്യുന്നുണ്ടോ? ഇല്ല, ജോലിയൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പം മോനൂട്ടൻ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള യൂണിഫോമാണ്, സ്കൂൾ യൂണിഫോം ഇടുക, വീട്ടിലെത്തി കഴിഞ്ഞാൽ വേറെ ഡ്രസ്സാണ് ഇടുക. നമ്മൾ പിന്നെ വേറൊരു ഫംഗ്ഷൻ, കല്യാണ ഫംഗ്ഷൻ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ യൂണിഫോം ഇടില്ല, വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സും ആയിരിക്കില്ല, വേറെ ഡ്രസ്സാണ് ഇടുക. അത് മോനൂട്ടാണെങ്കിൽ മേഡം ആയിക്കഴിഞ്ഞാൽ. അപ്പം എൻ്റെ ചോദ്യമാണ്, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് യൂണിഫോം ധരിക്കും, വീട്ടിൽ നിന്നാണെങ്കിൽ ചെറിയൊരു ഡ്രസ്സ് ആയിരിക്കും, മറ്റ് വലിയ ഫംഗ്ഷൻ പോകാണ്ട് കുറച്ചുകൂടി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ധരിച്ചിട്ട് പോകും. അത് മുതിർന്നവരായാലും കുട്ടികളായാലും. എൻ്റെ ചോദ്യമാണ്, ചിലയാൾ ധരിക്കുന്നതാണ്, ചിലയാൾ ധരിക്കുന്നതാണ് പക്ഷെ കാണാൻ പറ്റില്ല. എന്താണ്? ചിലയാൾ ധരിക്കുന്നതാണ് പക്ഷെ കാണാൻ പറ്റില്ല. എനി ഐഡിയ? നോ ഐഡിയ. ക്ലൂ എല്ലാരും ധരിക്കാറില്ല. കാണാൻ പറ്റില്ല അല്ലേ? ഓക്കെ, അപ്പം നടക്കട്ടെ, കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. നമസ്കാരം. ഗുഡ് ഈവനിങ്. ഓക്കെ, പേരെന്താ മേഡത്തിൻ്റെ? പ്രഷീജ. ആ വാ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരൂ. എന്താ പേര്? എന്താ പേര്? അടിയാ? ആദി. ആദ്യം ഒരു പാട്ട് പാടിയേ. പഠിക്കോ? 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 ഓക്കെ, അടിപൊളി. യെസ്. സാറിൻ്റെ പേര്? ബ്രിജേഷ്. സ്ഥലം? കൂത്തുറമ്പിൽ. എവിടെയാ? കൂത്തുറം ടൗണിൽ തന്നെ. ടൗണിൽ പിന്നെ നമ്മളെ തലശ്ശേരി റൂട്ട് മാർക്കറ്റ്. ഓക്കെ. ജോലി എന്താണ്? ബിസിനസ്സാണ്. കൂത്തുറമ്പാണോ അതോ? കൂത്തുറമ്പ്. ഓക്കെ. മാഡത്തിൻ്റെ പേര് പറഞ്ഞു. ജോലിയും ചെയ്യുന്നുണ്ടോ? മിൽമയിൽ. നമ്മളെ പൊടിക്കൊണ്ട് അല്ല, ശ്രീകണ്ഠാപുരം മിൽമയിൽ. അവിടെ പിന്നെ ഓഫീസ് വർക്ക് ചെയ്യാം. HR ആണ്. അവിടെ ഇപ്പം നമ്മൾ ഇതുപോലെ ഈ പൊടിക്കൊണ്ടുള്ള വലിയ ഫാക്ടറി ഒന്നും ഇല്ലല്ലോ അവിടെ? അതാണ് മെയിൻ ഡയറി, അതാണ് കണ്ണൂരാണ്, ശ്രീകണ്ഠാപുരത്താണ്. ഇവിടുന്ന് ഡയറി മാറിയിട്ട് ഇപ്പൊ ശ്രീകണ്ഠാപുരത്തേക്ക് പൊടിക്കൊണ്ടുള്ള മിൽമയിൽ ഡയറി മാറി. അതിപ്പോ ഡിപ്പോ ആണ്. ഡിപ്പോ മാത്രമാണ്. അപ്പോൾ എത്രയോട്ട് അങ്ങോട്ട് മാറിയിട്ട് ഇതിപ്പോ 2023 ഓഗസ്റ്റിൽ മാറിയതാണ്. കാണിച്ചാല് ഈ പിന്നെ മിൽമേന്റെ അവിടെ സ്റ്റാഫിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു 1-2 തവണ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം വന്നായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ഉത്തരം പറയാൻ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ഓൺ സ്പോട്ടിൽ. ചോദ്യം, അതായത് സാറിപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പം വൈറ്റ് ആണ് ഡ്രസ്സാണ് ധരിക്കുന്നത് എപ്പോഴും? അധികം വൈറ്റ് ആണ്. മാഡത്തിന് എങ്ങനെ ഡ്രസ് കോഡ് ഉണ്ടോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ധരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു കാര്യമാണ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സായിരിക്കില്ല, ധരിക്കുന്ന ഡ്രസ്സായിരിക്കില്ല നമ്മൾ പുറത്തു പോകുമ്പോൾ ധരിക്കുന്നത്. അതുപോലെ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള പരിപാടിക്ക് പോകുന്ന ഡ്രസ്സായിരിക്കില്ല നമ്മൾ വീട്ടിൽ ധരിക്കുന്നത്. അപ്പോൾ ഓരോ സവിശേഷത ഉണ്ടാവും നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതിന്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പല ആൾക്കാരും ഇത് ധരിക്കാറുണ്ട് പക്ഷേ കാണാൻ പറ്റൂല. എന്താണ്? അല്ല, ഇതങ്ങനെ കയ്യിലെടുക്കാൻ വേണ്ടി പറ്റൂല, പക്ഷെ ചില ആൾക്കാർ ധരിക്കുന്നതാണ്, പക്ഷെ കാണാനും പറ്റൂല, കയ്യിലെടുക്കാനും പറ്റൂല. ചില ആളുകൾ ധരിക്കുന്നതാണ്. ഓക്കെ. ഓക്കെ. യെസ്. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇമേജിൻ്റെ ഷോറൂമിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം, ഇപ്പം നമ്മൾ തന്നെ പ്രോഗ്രാം സമയത്ത് നമ്മൾ ചില എപ്പിസോഡിൽ ഓരോ ഡ്രസ്സ്, ഒരേ നിറത്തിലുള്ള ഡ്രസ്സ് അഴിച്ചേക്ക് നമ്മൾ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നുണ്ടാകുക.
അതുപോലെ തന്നെ പല നമ്മളെ ഷോറൂമുകളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു സെയിം ഡ്രസ്സായിരിക്കും നമ്മളെല്ലാ ദിവസവും അവിടെയുള്ള ജോലി ചെയ്യുന്ന നമ്മളെ സ്റ്റാഫ് അവർ ഇടുന്ന ഡ്രസ്സ് പലതും ധരിക്കുന്നത് ഒരേ നിറത്തിലുള്ള യൂണിഫോം ആയിരിക്കും. പക്ഷേ എൻ്റെ ചോദ്യമാണ്, എല്ലാവരും അല്ല, ചില ആളുകൾ ധരിക്കുന്നതാണ്, പക്ഷെ അത് നോക്കിയാൽ കാണാൻ പറ്റില്ല, കയ്യിലെടുക്കാനും പറ്റത്തില്ല. എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചോദ്യം. അപ്പോൾ നമ്മൾ അടുത്ത ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാൻ നോക്കാം. നമസ്കാരം. തിരക്ക് ഭയങ്കര തിരക്കാ? ഭയങ്കര തിരക്കുണ്ടാ? ഓക്കെ, മേഡത്തിൻ്റെ പേരെന്താ? ബിന്ദു. ബിന്ദു. എവിടെ സ്ഥലം? പുതിയ എവിടെ? ശങ്കരൻകടയുടെ എവിടെ? ശങ്കരൻകടയുടെ ചിക്കൻ കടയുടെ നേരെ മുമ്പിലുള്ള ചിക്കൻ കടയുടെ നേരെ മുന്നോട്ടുള്ള റോഡ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് വലിയ ഇറക്കുമൊക്കെ അവിടെ. ആ ശങ്കരൻകട കലത്തപ്പം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ സംഭവമാണ്. ശങ്കരായിട്ട് പണ്ടുണ്ടാക്കിയ കലത്തപ്പം, ഉണ്ണിയപ്പം, പിന്നെ കിണ്ണത്തപ്പം. അതൊക്കെ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ശങ്കരൻകട അറിയപ്പെട്ടത് അങ്ങനെ ഒരു കലത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു പേരുകൊണ്ടാണ്. പിന്നെ കാലം മാറി, അദ്ദേഹം മരിച്ചു, പിന്നെ മക്കളൊക്കെ പല വഴിക്കായി. എന്നാലും ഇപ്പോൾ ഉണ്ടോയെന്ന് തോന്നുന്നല്ലേ? ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ മോൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ മരുമക്കളും ചെയ്യുന്നുണ്ട്. ഓക്കെ. പേര്? എംഎച്ചും അവിടെ തന്നെ താമസിക്കുന്നത്? ഗ്യാസ് കൂടെ വന്നിട്ട് അപ്പം പിന്നെ നമ്മൾ താഴെ ഇറങ്ങുന്നതിന് മുന്നേ അല്ലേ? ഗ്യാസ് കൊണ്ട് കൊടുത്താണ്. ഓക്കെ. ഈ നമ്മൾ ചില ആൾ പറയാറുണ്ട്, പിന്നെ പൂക്കൾ വിൽക്കുന്ന കടയുടെ അടുത്ത് താമസിക്കുന്ന ആൾക്ക് ഫ്രീ ആയിട്ട് പൂ ചിലപ്പോൾ കിട്ടും. പിന്നെ ബേക്കറി കടയുടെ അടുത്ത് വീടുണ്ടെങ്കിൽ ചിലപ്പം ബേക്കറി ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഗോഡൗണിൻ്റെ അടുത്ത് വീടുള്ളതുകൊണ്ട് ഗ്യാസ് ഫ്രീ ആയിട്ട് കിട്ടുമോ? ഇല്ല. ഈ കലത്തപ്പത്തിനൊക്കെ ഉള്ളതുകൊണ്ട് കലത്തപ്പുറത്ത് കിട്ടുമോ? അത് കിട്ടും. കുഴപ്പമില്ല, ചെറുതല്ലേ അല്ലേ? അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. അത് ശരി. അപ്പോൾ വല്ലപ്പോഴൊക്കെ ടേസ്റ്റ് ചെയ്യാം. ശരി. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇമേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ജോലി ചെയ്യുന്ന സഹോദരന്മാർ അവരൊക്കെ ഒരേ നിറത്തിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് അല്ലേ? ചോദ്യമാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പം ഒരു യൂണിഫോം ആയിരിക്കും ധരിക്കുക, വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്, ഓഫീസായിട്ട് ഫംഗ്ഷൻ ആകുമ്പോൾ കുറച്ചും കൂടി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ധരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലസ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ധരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ചോദ്യമാണ്, ചില ആളുകൾ ഇത് ധരിക്കാറുണ്ട് പക്ഷെ കാണാൻ പറ്റൂല. ചില ആളുകൾ ഇത് ധരിക്കാറുണ്ട് പക്ഷെ കാണാൻ പറ്റൂല, ഇത് കയ്യിലെടുക്കാനും പറ്റൂല. ഇതൊരു പ്രൊഡക്റ്റ് അല്ല. ഞാനതൊരു നമ്മുടെ നാട്ടുകാരെ ചെറിയൊരു ക്ലൂ കൊടുത്താ, ഇതൊരു പ്രൊഡക്റ്റ് അല്ല. ചില ആളുകൾ ഇത് ധരിക്കാറുണ്ട് പക്ഷേ കാണാൻ പറ്റില്ല, കയ്യിലെടുക്കാനും പറ്റില്ല. ഇത് പ്രൊഡക്റ്റ് അല്ല. ആർക്കൊക്കെയോ ലഡു പൊട്ടിയിട്ടുണ്ട്, ഉത്തരം കിട്ടിയിട്ടുണ്ട്. നോക്കാം. ചിലപ്പോൾ നമ്മളും ചില ഘട്ടങ്ങളിൽ ഇതൊക്കെ ധരിക്കാറുണ്ട്. അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ക്ലിക്കാകുന്നില്ല. ഓക്കെ. ഇവിടെ ക്ലിക്കാകുന്നില്ല. ഓക്കെ, ശരി. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ക്ലിക്കായില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ചില ആളുകൾ ഇത് ധരിക്കാറുണ്ട് പക്ഷേ ഈ ധരിക്കുന്നത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ മോശമാകാം. പക്ഷെ ഇത് ധരിച്ചു കഴിഞ്ഞാൽ ധരിച്ചാൾക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല, കയ്യിലെടുക്കാനും പറ്റില്ല. അതൊരു പ്രൊഡക്റ്റ് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ എന്താണെന്നാണ്, ചില ആളുകൾ ധരിക്കുന്നതാണ് പക്ഷേ കാണാൻ പറ്റില്ല, ഇതൊരു പ്രൊഡക്റ്റും അല്ല. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരം പറയുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. അപ്പോൾ നമുക്ക് അടുത്താണ്. പിന്നെ അപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ഷോറൂമിന് മുന്നിലാണ് അതിൻ്റെ എല്ലാമായ നസീഫായി എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ഇത്തവണത്തെ പെരുന്നാൾ വിഷുവിൻ്റെ ഓഫറൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഓഫർ? എന്തൊക്കെയാണ് നമുക്ക് പെരുന്നാൾ വിഷു ഓഫേഴ്സൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഓരോ മൊബൈലും ലാപ്ടോപ്പൊക്കെ പർച്ചേസിന് നമുക്ക് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ AC നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു ചൂടുകാലമാണല്ലോ, നമുക്ക് ACക്കൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്. എല്ലാ ബ്രാൻഡഡ് ACകളും നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റലേഷൻ ചാർജ് ഇല്ല. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാലാവധി അങ്ങനെ നമുക്ക് ഉണ്ട്, പിന്നെ ഏപ്രിൽ മാസം വരെ ഉണ്ട്. ഏപ്രിൽ ഫുള്ളായിട്ട് ഉണ്ടാവും. 2 മാസം, മാർച്ച് ഏപ്രിൽ. അതെ, വിഷു പെരുന്നാൾ ഓഫർ. വിഷു പെരുന്നാളിൻ്റെ ഓഫറുണ്ട്, ഏപ്രിൽ വരെയുണ്ട്. പരമാവധി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇമേജ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു റോഡ് സൈഡിൽ നിന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് ആൾക്കാർ മാറിപ്പോവും. പക്ഷെ നമ്മളൊരു സ്ഥലത്ത്, ഒരു ഷോപ്പിനകത്ത്, ഇപ്പോൾ നമ്മൾ ഇമേജിൻ്റെ ഷോറൂമിനകത്തായതുകൊണ്ട്
നമ്മൾ ചോദിക്കുന്ന പല ആൾക്കാരും അത് കേട്ടുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാനുള്ളൊരു കുറുക്ക് വഴി കൂടിയാണ്. അങ്ങനെ ആ കുറുക്ക് വഴി ഇദ്ദേഹത്തിന് ഗുണം ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചു നോക്കാം. പേര്? അഖിൽ. സ്വന്തം സ്ഥലം? ശ്രീകണ്ഠപുരം ടൗൺ അല്ല, നെടിയങ്ങ ടൗൺ. നെടിയങ്ങിൽ പണ്ട് വെള്ളം കയറാറില്ല മഴക്കാലത്ത്? നെടിയങ്ങല്ല, ശ്രീകണ്ഠപുരത്ത് അല്ല, നെടിയങ്ങ കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ വഴിക്കല്ലേ നെടിയങ്ങ എന്ന് പറഞ്ഞാൽ? ശ്രീകണ്ഠ ചെങ്ങളായി അവിടെയാണ് വെള്ളം കയറുന്നത്. ഈ നെടിയങ്ങ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? നെടിയങ്ങ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെങ്കിലും കൃഷി പാടങ്ങൾ പോലുള്ള സ്ഥലമാണോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. റബ്ബർ പോലുള്ള മരങ്ങളുള്ള റബ്ബറുണ്ട്, അങ്ങനത്തെ അതെ. നിങ്ങൾക്ക് അവിടെ റബ്ബർ ഉണ്ടോ? റബ്ബറുണ്ട്. ഓക്കെ. അപ്പം ജോലി എവിടെയാ? ജോലിയുടെ വീർ മഹീന്ദ്ര ഷോറൂമിൽ വർക്ക് ചെയ്യണം. അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നതാണോ? എക്സ്ചേഞ്ചിന് മാനേജർ. ഓക്കെ. അവിടുത്തെ യൂണിഫോം ആണത് അല്ലേ? അപ്പം ഈ ഡ്രസ്സ് പിന്നെ നമുക്കറിയാം, പിന്നെ യൂണിഫോം ആകുമ്പം തിങ്കൾ മുതൽ ശനി വരെ സെയിം കളറല്ലേ ഉണ്ടാകേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം അങ്ങനെ കളർ ചേഞ്ചിങ് അങ്ങനെ വല്ലതും ഉണ്ടോ? സാറ്റർഡേ നമുക്ക് വേണമെന്നുണ്ട് കളർ ഡ്രസ് ഇടാം. സാറ്റർഡേ പിന്നെ സൺഡേ പിന്നെ നമുക്ക് തോന്നിയ ഡ്രസ്സ് കുഴപ്പമില്ല, ധരിക്കാം അല്ലേ? ഓക്കെ. എന്തായാലും ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് പറഞ്ഞു നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ധരിക്കുന്ന ഡ്രസ്സായിരിക്കില്ല നമ്മൾ ഒഫീഷ്യലായിട്ട് പരിപാടിക്ക് പോകുമ്പോൾ ധരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് പോകുന്ന ഡ്രസ്സായിരിക്കില്ല നമ്മൾ ഇതുപോലെ പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് ധരിക്കുന്നത്. അപ്പം ഓരോ ഡ്രസ്സ് ധരിക്കുന്നതിനും അതിനതിൻ്റെതായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ചോദ്യമാണ്, ചില ആളുകൾ ഇത് ധരിക്കാറുണ്ട്, ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. എന്നാൽ അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനും പറ്റില്ല. ഇതൊരു പ്രൊഡക്റ്റും അല്ല. എങ്കിൽ എന്താണ് ചില ആളുകൾ ധരിക്കുന്നത്? തെറ്റിദ്ധരിക്കുക. കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. കറക്റ്റ് ആൻസർ തെറ്റിദ്ധരിക്കുന്നതാണ്. തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ആ ധരിക്കുന്ന ആക്കി എങ്ങനെയാണെന്ന് മനസ്സിലാവുമല്ലോ. ആർക്ക് നോക്കിയാലും കാണില്ല. കാരണം അത് പ്രൊഡക്റ്റ് അല്ല, നമ്മുടെ മനസ്സിലൊരു ചിന്തയാണ് തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചില ആളുകളുടെ തെറ്റിദ്ധാരണ ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ അത് പാടെ തെറ്റുമായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണ ഒന്നിനുമില്ല അല്ലേ, എല്ലാം ശരിയായ ധാരണയാണ്. അപ്പോൾ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം, പിന്നെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് പയ്യന്നൂർ നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം. സ്വർണ്ണം അല്ലേ? ഓക്കെ. ഇപ്പോൾ കാണാം. താങ്ക് യു. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല, കൃത്യമായ കാര്യങ്ങൾ മാത്രം ധരിച്ചാൽ മതി. എന്തായാലും ധരിക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റിദ്ധാരണ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, പെരുന്നാൾ എടുക്കാറായി, വിഷു എടുക്കാറായി. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൽ എല്ലാ പ്രോഡക്റ്റിനും ഏത് പ്രോഡക്റ്റ് എടുത്താലും ഉറപ്പായ സമ്മാനമുണ്ട്, പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലത്തെ എ സിക്കൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് പരമാവധി വരിക, പർച്ചേസ് ചെയ്യുക. ഈ പെരുന്നാളും ഇനിയുള്ള ഏത് ആഘോഷം ഏതായാലും കൂടെ ഇമേജ്. അപ്പോൾ ഇന്നത്തെ തീയതി പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത തീയതി കാണാം.